ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരായ പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടെ ഇന്ന് നിർണായകമായ ചർച്ച നടക്കാനിരിക്കുകയാണ്. ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് ഗതാഗത മന്ത്രി വിളിച്ചു ചേർത്ത യോഗം. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരുടെ സംഘടനകളും ഈ യോഗത്തിൽ പങ്കെടുക്കും. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാറുണ്ട്. അഖിൽ ഷാ, എപ്പോഴാണ് യോഗം ചേരുക? ഇതിൽ സർക്കാരിന് എന്തെങ്കിലും വിട്ടുവീഴ്ച മനോഭാവം ഇക്കാര്യത്തിലുണ്ടോ? എന്തായിരിക്കും യോഗത്തിൽ ചർച്ചാ വിഷയമാവുക? ഗോപികൃഷ്ണൻ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പരിഷ്കരണം. ആ പരിഷ്കരണത്തിന് പിന്നാലെ ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും അതുപോലെ തന്നെ തൊഴിലാളി സംഘടനകളും നടത്തിയ സമരം അത് ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരണത്തിലേക്ക് ഉൾപ്പെടെ നീങ്ങിയിരുന്നു. നിരവധി ടെസ്റ്റുകൾ, ആയിരക്കണക്കിന് ടെസ്റ്റുകളാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ 10 ദിവസമായി മുടങ്ങിയത്. അത് സർക്കാരിനും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും വലിയ പ്രതിസന്ധിയായി മാറിയിട്ടുണ്ട്. കാര്യം, ഈ മുടങ്ങിയ ടെസ്റ്റുകൾ വീണ്ടും നടത്താൻ ഇനിയും മാസങ്ങളെടുക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെന്നുള്ളതിൽ തർക്കമില്ല. ഇതുകൂടി പരിഗണിച്ചാണ് മന്ത്രിയുടെ നിലപാട് കുറെ കൂടി ഇവരോടുള്ള അനുകൂല സമീപനം എന്നുള്ള തരത്തിൽ വീണ്ടും ഒരു ചർച്ചയ്ക്ക് ഗതാഗത മന്ത്രി തയ്യാറായത്. ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് ഗതാഗത മന്ത്രിയുടെ ചേംബറിൽ ഈ ചർച്ചയ്ക്ക് വിവിധ സംഘടനകളെയും അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെയും ജീവനക്കാരെയും ക്ഷണിച്ചിട്ടുള്ളത്. ഓരോ സംഘടനകളിൽ നിന്നും 2 പ്രതിനിധികളെയാണ് ഈ ചർച്ചയ്ക്കായി വിളിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായും ഏതെങ്കിലും തരത്തിൽ ഈ സമരം അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് സർക്കാർ ഉൾപ്പെടെ ഇതിൽ നോക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ മാസങ്ങളോളം ടെസ്റ്റുകൾ നീണ്ടുപോകുന്നു എന്നുള്ളതാണ്. അതായത് ഒരു ദിവസം 40ഓളം സ്ലോട്ടുകൾ നൽകുന്ന ടെസ്റ്റ് അതിങ്ങനെ മുടങ്ങിപ്പോകുമ്പോൾ ഇനിയും എത്ര കാലം ആളുകൾ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി അല്ലെങ്കിൽ ഈ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിന് വലിയ പ്രതിസന്ധിയാകും. അതുകൂടി കണക്കിലെടുത്താണ് ഇന്നിപ്പോൾ 3 മണിക്ക് ചർച്ച ചേരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ സംഘടനകളുമായി മന്ത്രി ചർച്ച ചെയ്യും. അതിന് പിന്നാലെ ആയിരിക്കും, ആ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ സമരം തുടരണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. ശരി, ഇന്നത്തെ യോഗം അതുകൊണ്ട് തന്നെ നിർണായകമാണ്. ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടരണമോ ഈ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരുടെ സമരം എന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുക.